ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ 4 വർഷ ബിരുദം എന്ന് പറയുമ്പോൾ നമ്മുടെ സർവകലാശാല ബിരുദങ്ങൾ ലോകമെങ്ങും എന്ന് പറഞ്ഞാൽ ലോകത്തെ സർവകലാശാലകൾ അംഗീകരിക്കപ്പെടുന്ന നിലയിലേക്ക് മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുട്ടികളൊക്കെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തൊഴിൽ സാധ്യതകൾ തേടി പോകുന്ന ഒരു കാലത്ത് അത് വലിയൊരു ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നതാണ്. അതുപോലെ വിദേശത്ത് ഉപരിപഠനാർത്ഥം പോകുന്നവർക്ക് വീണ്ടും ക്രെഡിറ്റ് സമ്പാദിക്കേണ്ടതായി വരാത്ത സാഹചര്യം, സമ്പാദിക്കേണ്ടി വരില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്രെഡിറ്റ് ഏജൻസീസ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അവരുമായി ക്രെഡിറ്റ് ട്രാൻസ്ഫർ സാധ്യമാകും. അതുപോലെ തന്നെ പരമ്പരാഗത ഡിഗ്രി വിഷയങ്ങൾക്കപ്പുറത്തേക്ക് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചികൾക്കനുസരിച്ച് അക്കാദമിക് അഡ്വൈസറുടെ സഹായത്തോടു കൂടി തന്നെ ബിരുദം ഡിസൈൻ ചെയ്യാം, സ്വയം ഡിസൈൻ ചെയ്യാം. അതിലൂടെ വിഷയങ്ങളെ കൂട്ടിച്ചേർക്കാം, അതിലൂടെ പഠിച്ച് മുന്നോട്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് എന്നതിനപ്പുറത്തേക്ക് കുറേ കൂടി അവനവന് ഇഷ്ടപ്പെട്ട മനസ്സിനിണങ്ങിയ വിഷയങ്ങളെ ചേർത്ത് വെച്ച് അവരുടെ ബിരുദ പഠനത്തെ ഡിസൈൻ ചെയ്യാം, സ്വയം ഡിസൈൻ ചെയ്യാം എന്ന നിലയിലേക്ക് ലോകത്തിൻ്റെ ഒരു പഠനക്രമത്തിലേക്ക് നമ്മൾ മാറുന്നു. അത് വളരെ വിപുലമായിട്ടുള്ളൊരു ആലോചനയിലൂടെ മാതൃക ഒരു മോഡൽ മുന്നോട്ട് വെച്ച് അതിന്മേൽ വലിയ ചർച്ചകൾ നടന്ന് പല ശില്പശാലകളിലൂടെ കരിക്കുലം രൂപീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ സിലബസ് തയ്യാറാക്കി സർവകലാശാലകളൊക്കെ അവർക്ക് പാകത്തിന് അവർക്ക് പല കോഴ്സുകളും അങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേരിടുന്ന വെല്ലുവിളികളെ കണ്ടുകൊണ്ട് പരിഹരിക്കാൻ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ശുഭകരമായ മാറ്റമായി താങ്കൾ അതിനെ കാണുന്നുണ്ടോ എന്നതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അതും ഒരു സർക്കാർ അതിൻ്റെ രാഷ്ട്രീയമായ തിരിച്ചടി ഒരു തെരഞ്ഞെടുപ്പിൽ നേരിട്ടതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ സർക്കാർ ഒരു തുടർച്ചയാണല്ലോ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിവന്ന പ്രക്രിയയുടെ തുടർച്ചയിൽ അതൊന്നും അതിനെ പിന്നോട്ടടിപ്പിക്കാതെ ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ദിശാബോധത്തോടെ പോകുന്നതായി താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? ശരത്തെ, ഇപ്പൊ ഈ പറഞ്ഞ 4 വർഷ ബിരുദ സമ്പ്രദായം, അത് 4 വർഷ ക്രെഡിറ്റ് സെമസ്റ്റർ സമ്പ്രദായത്തിലേക്കുള്ള കേരളത്തിലെ ഡിഗ്രി കോഴ്സുകളുടെ മാറ്റം നമ്മൾ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കേരളത്തിലെ ബിരുദ പഠനവും ബിരുദാനന്തര പഠനവും ഒക്കെ മാറണം എന്നുള്ളത് ഇന്നോ ഇന്നലെയോ പറഞ്ഞു തുടങ്ങിയതല്ല. ഏറെ കാലമായിട്ട് നമ്മൾ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്, അതായത് +2 വരെയുള്ള വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വലിയ മാറ്റങ്ങൾ, വലിയ നേട്ടങ്ങൾ കൈവരിച്ചെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റെ നിലവാരം പലപ്പോഴും ഇന്ത്യൻ ശരാശരിയേക്കാൾ താഴെയാണ്. നമ്മുടെ സർവകലാശാലകൾ ഒന്നും തന്നെ ഇന്ത്യയിലെ നമ്പർ 1 അല്ലെങ്കിൽ ആദ്യത്തെ 10ലോ 15ലോ ഒന്നും പെടുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കാലങ്ങളായിട്ടുള്ളതാണ്. ആ ഒരു ആക്ഷേപത്തിന് അല്ലെങ്കിൽ ആ ഒരു പരാതിക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം കൊണ്ടുവരികയാണ് നമ്മൾ ഈ 4 വർഷ ക്രെഡിറ്റ് സമ്പ്രദായത്തിലേക്ക് പോകുമ്പോൾ. താങ്കൾ നേരത്തെ വളരെ വിശദമായി സംസാരിച്ചു, പ്രേംകുമാറും അനിൽകുമാറും പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ഇത് പരാതികളില്ലാതെ, ഒരു വിവാദവുമില്ലാതെ ഈ മാറ്റം സാധ്യമാകുന്നത് കേരളത്തെക്കുറിച്ച് നമുക്ക് നല്ല പ്രതീക്ഷ തരുന്നുണ്ട്. അതായത് എന്തിനും ഏതിനും വിവാദങ്ങൾ ഉയരുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലെ അടിസ്ഥാനപരമായ മാറ്റം 4 വർഷ ബിരുദ കോഴ്സിലേക്ക് മാറുമ്പോൾ ഒരു സ്ഥലത്തു നിന്നും അവസരങ്ങൾ ഉയരുന്നില്ല. KSUവിന്റെ ഭാഗത്തുനിന്ന്, ABVPയുടെ ഭാഗത്തുനിന്ന്, MSFന്റെ ഭാഗത്തുനിന്ന് ആരും തന്നെ വലിയ വിവാദങ്ങളോ വലിയ ആരോപണങ്ങളോ വിമർശനങ്ങളോ ഒന്നും ഉയർത്തുന്നില്ല. ഇത് നല്ലതാണ് എന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിനെ കാണുന്നത്. അപ്പൊ അതൊരു വലിയ മാറ്റമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ സർക്കാർ എടുക്കുന്ന ഈ നിലപാട്, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ഞങ്ങൾ പിന്നോട്ടില്ല, മറിച്ച് ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ഉറച്ചു തന്നെയാണ് എന്നതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. പക്ഷെ ഒരു പ്രശ്നമുള്ളത് ശരത്തെ, അതായത് ഇവിടെ നമ്മൾ കേരളത്തിന് 3 മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതെന്നാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം പറയുന്നത്. 1 വിദ്യാഭ്യാസ രംഗത്ത്, 2 ആരോഗ്യ രംഗത്ത്, 3 ടൂറിസം രംഗത്ത്. നമ്മൾ ഈ 3 മേഖലയാണ് കേരളത്തിന്റെ പൊട്ടൻഷ്യൽ ഏരിയാസ്. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് ഈ 3 മേഖലയിൽ ആഗോള തലത്തിലുള്ള ഒരു ഹബ്ബായി മാറാനുള്ള സാധ്യത കേരളത്തിനുണ്ട്. അതാണ് നേരത്തെ പ്രേംകുമാറും അനിൽകുമാറും പറഞ്ഞത്. വളരെ മനോഹരമായിട്ട്, അല്ലെങ്കിൽ നല്ല കാലാവസ്ഥ, നല്ല അന്തരീക്ഷം, വളരെ മാന്യമായി പെരുമാറുന്ന ആളുകൾ, എല്ലാവരോടും നീറ്റായിട്ട്, അല്ലെങ്കിൽ നീറ്റായ തെരുവുകൾ, ഇതെല്ലാം ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം. വളരെ എന്താ പറയാ, ഹോസ്റ്റൈൽ അല്ലാത്തൊരു ക്ലൈമറ്റ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിന് ഈ മേഖലയിൽ വലിയ സാധ്യതകളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു കണക്കെടുത്ത് നോക്കുക, കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് ബ്രിട്ടനിലേക്കും കാനഡയിലേക്കും അയർലൻഡിലേക്കും ജർമ്മനിയിലേക്കും ഡിഗ്രി പഠിക്കാൻ പോയ ചെറുപ്പക്കാരുടെ എണ്ണം 1.5 ലക്ഷമാണ്. ഇത് നമ്മളെ നോക്കി ഈ ആഹ്ലാദത്തിനിടയിലും നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്.
ഈ ആളുകൾ ഇവിടുത്തെ ഡിഗ്രി കോഴ്സിന്റെ ഒരു നിലവാരക്കുറവ് കൊണ്ട് മാത്രമല്ല പോകുന്നത്. അവര് പോകുന്നത് അവിടെ ചെന്നാൽ ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ജോലിയും എടുക്കാനുള്ള ഒരു അവസരമുണ്ട്, അവിടെ ഞങ്ങൾക്കൊരു ജോലി കിട്ടും, ഞങ്ങൾക്കൊരു ജീവിതം കിട്ടും എന്നൊരു വിശ്വാസം. പക്ഷെ ഇവിടെ ഈ 4 വർഷ കോഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ വിദേശത്തേക്ക് പോകാൻ കുറച്ചുകൂടി അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഈ ക്രെഡിറ്റ് സമ്പ്രദായം വരുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ ക്രെഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ പോലും ഈ ജോലി സാധ്യത സംബന്ധിച്ച ഒരു ഉറപ്പില്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുവോ? അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കാര്യമായിട്ട് കിട്ടുന്നില്ല, അവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ പ്ലേസ്മെന്റ്സ് കിട്ടുന്നില്ല, ജോലി സാധ്യതകൾ തുലവും കുറവാണെങ്കിൽ ഈ ചെറുപ്പക്കാരെ എങ്ങനെ കേരളത്തിൽ നിൽക്കും? അപ്പൊ നമ്മൾ അവിടെ ശ്രീ വിദ്യാഭ്യാസ പൊടിപ്പാറ, സമ്പ്രദായം ഇത് പരിഷ്കരിക്കുന്നത് ഒരു 4 വർഷ ബിരുദത്തോടുകൂടി ഈ പരിഷ്കാരങ്ങളും ഈ മാറ്റവും അവിടെ കൊണ്ട് അവസാനിക്കുന്നതുമല്ല. സർക്കാർ നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതുപോലെ ഇതിൻ്റെ തുടർച്ചയിൽ പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യാൻ കഴിയുന്ന നിലയിലേക്കുള്ള ആ സാഹചര്യമാണ് ഇതിൻ്റെ തുടർച്ചയിൽ വരാൻ പോകുന്ന മറ്റൊന്ന്. അത്തരം ഇൻഡസ്ട്രിയൽ പാർക്ക് സംവിധാനം പോലും ഈ കുട്ടികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിഭാവനം ചെയ്യുന്ന നിലയിൽ വളരെ വിപുലമായിട്ടുള്ളൊരു ഉന്നത വിദ്യാഭ്യാസ മാറ്റത്തിൻ്റെ ഒരു വരവിൻ്റെ തുടക്കമാണിത്. അതുപോലെ ഇൻ്റർനാഷണൽ ഹോസ്റ്റലിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പോൾ തന്നെ താങ്കൾ പത്രങ്ങൾ വായിച്ചു കാണും, കേരളത്തിലെ സർവകലാശാലകളിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അപേക്ഷകരായി വരുന്ന എണ്ണം വർദ്ധിക്കുന്നു. ഇപ്പോൾ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ കഴിഞ്ഞ തവണ 500-ൽ പരം അപേക്ഷകളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 800-ൽ പരം അപേക്ഷകളായി മാറിയിട്ടുണ്ട്. അതുപോലെ കേരള സർവകലാശാല നോക്കിയാൽ 1000-ൽ പരം വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ പഠിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൽ മാത്രം ഒതുങ്ങുന്നതാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. അങ്ങനെ ആകരുത് എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആകരുത്. നമ്മളിപ്പോ ഈ 4 വർഷ ക്രെഡിറ്റ് കോഴ്സുകൾ ബിരുദം മാത്രം ആരംഭിച്ചിട്ട് കാര്യമില്ല. അതിനോട് അനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളിൽ കൂടി ഇതേ ജാഗ്രതയും ഇതേ ശാസ്ത്രീയതയും ഉണ്ടാകണം. അതായത് നൈപുണ്യ കോഴ്സുകൾ ആരംഭിക്കണം. അതായത് ഇപ്പൊ മറ്റു പുറത്തുള്ള കോളേജുകളിൽ, ഇപ്പൊ ഡൽഹിയിലൊക്കെയുള്ള കോളേജുകളിൽ ഈ ഡിഗ്രിയോടൊപ്പം തന്നെ മറ്റു പല കോഴ്സുകളും സൈമൾട്ടേനിയസ് ആയിട്ട് പഠിക്കാൻ അവസരമുണ്ട്. അതിപ്പോ ബാംഗ്ലൂരെ പല കോളേജുകളിലുണ്ട്. അങ്ങനെ ഇവിടെ മാത്രമാണ് ഈ ഡിഗ്രി മാത്രം പഠിച്ച് അവസാനിക്കുന്നത്. അതിന് പകരം അതോടൊപ്പം തന്നെ മറ്റു കോഴ്സുകൾ, എത്രയോ കോഴ്സുകളുണ്ട്, തൊഴിലധിഷ്ഠിത കോഴ്സുകളുണ്ട്. CA പഠിക്കാം, CS പഠിക്കാം, സീമ പഠിക്കാം, അതുപോലെ തന്നെ MBA പഠിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോഴ്സുകൾക്ക് സാധ്യതയുണ്ട്. ഈ കോഴ്സുകൾ കൂടി ഈ 4 വർഷ ഡിഗ്രി കോഴ്സിനൊപ്പം തന്നെ അതാത് കോളേജുകളിൽ അതിനുള്ളൊരു സൗകര്യം കൂടി ഏർപ്പെടുത്തിയാൽ ഈ 4 വർഷം കൊണ്ട് അവർ കുറെ കൂടി എക്യുപ്ഡ് ആവും. തൊഴിൽ മാർക്കറ്റിൽ അവർ കുറെ കൂടി ഒരു ജോലിക്ക് വേണ്ടിയുള്ള ആ ഒരു 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 എന്താ പറയാ ശേഷി അവർക്കുണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങളിലാണ് ഇതൊരു നല്ല തുടക്കം തന്നെയാണ്, എനിക്ക് ഒരു സംശയമില്ല. ദിസ് ഈസ് എ വണ്ടർഫുൾ സ്റ്റാർട്ട്. ഇത് തീർച്ചയായിട്ടും ഒരു നല്ല തുടക്കമാണ്. 4 വർഷ ഡിഗ്രി എന്ന് പറയുന്നത് ഡൽഹി സെന്റ് സ്റ്റീഫൻസിലും അതുപോലുള്ള അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ആ രീതിയിലാണ് ഇപ്പൊ കോഴ്സ് പോകുന്നത്. അത് കേരളത്തിലും ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തിലെ ഡിഗ്രി ഹോൾഡേഴ്സിന്റെ ആ ഒരു എന്താ പറയാ സാധ്യതകൾ വർദ്ധിപ്പിക്കും, അവരുടെ മെറിറ്റ് വർദ്ധിപ്പിക്കും, അവരുടെ വാതായനങ്ങളും അവരുടെ ആകാശവും കുറെ കൂടി വിശാലമാകും. അവർക്ക് വിദേശ തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അവർക്ക് കൂടുതൽ അവസരങ്ങളുടെ ജാലകങ്ങൾ തുറന്നു കിട്ടും. ആ രീതിയിൽ സർക്കാർ പോകുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ ആരംഭശൂരത്വം പോരാ. നമ്മളിപ്പോ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പലപ്പോഴും നമ്മളെ പിന്നോട്ടടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വൈസ് ചാൻസലർമാരും ഗവർണറും തമ്മിൽ തർക്കം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറും തമ്മിൽ തർക്കം, ഗവർണറും ഗവൺമെന്റും തമ്മിൽ തർക്കം. ഇതിന്റെയൊക്കെ ഈ തർക്കങ്ങളുടെയൊക്കെ ഒരു തുടർച്ചയിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പെരുക്കത്തിൽ പലപ്പോഴും നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അതിന്റെ യഥാർത്ഥ മെറിറ്റ് സമൂഹത്തെ അതിന് മറ്റൊരർത്ഥത്തിൽ ശ്രീ പൊടിപ്പാറ, അതിന് മറ്റൊരർത്ഥത്തിൽ ഒരു വായനയും നിരീക്ഷണവും വേണ്ടതല്ലേ? ഇവിടെ ഗവർണറുടെ ഭാഗത്ത് നിന്ന്, ചാൻസലർ എന്ന നിലയിൽ ഗവർണർ കേരളത്തിൻ്റെ സർവകലാശാലകളുടെ ഭരണത്തെ ബാധിക്കും വിധം ഇടപെടുന്നു. കോടതികളിൽ പലതവണ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടുക, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ ഏകപക്ഷീയമായി സെർച്ച് കമ്മിറ്റി എടുത്തതിനെതിരെ ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം ഒരു ഭാഗത്ത് സർക്കാരിന് നടത്തേണ്ടി വരുന്നു. എന്നാൽ അപ്പോൾ പോലും ഈ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാര വർധനവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നതിൽ നിന്ന് ഒരിഞ്ചും പിന്നോട്ട് പോകാതെ അതേ സാഹചര്യത്തിൽ തന്നെ, വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ തന്നെ, ഗവർണർ ചാൻസലർ തന്നെ വഴിമുടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഒരു സർക്കാർ ഇത്തരം നടപടികൾ കൂടി വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വലിയ കാര്യമല്ലേ? നമ്മുടെ സംസ്ഥാനത്ത് പല സർക്കാരുകളും പ്രഖ്യാപിച്ചതൊക്കെ നിർത്തിപ്പോയ അനുഭവം നമുക്ക് ഒരുപാടുണ്ടല്ലോ, എതിർപ്പുകൾ വരുമ്പോൾ. ശരത്തെ, ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല.
ഇപ്പൊ ഗവർണറുടെ നിലപാടുകൾ വളരെ ശരിയും സർക്കാരിന്റെ നിലപാടുകൾ പൂർണ്ണമായും തെറ്റാണ് എന്നുള്ള നിലപാടൊന്നും എനിക്കില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഗവർണറുമായിട്ടൊരു നിരന്തരം ഏറ്റുമുട്ടല്, സർക്കാരും ഗവർണറുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടുന്നു. ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ എന്താ പറയാ വിദ്യാർത്ഥി സംഘടന ഗവർണറെ നിരന്തരം റോഡിൽ തടയുന്നു. ഇങ്ങനെ ഒരു കലാപ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് കേരളം പോകുമ്പോൾ പുറത്ത് കേൾക്കുന്ന ഒരു ചിത്രം എന്താ? ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു രക്ഷയില്ല, ഇവിടെ പിള്ളേരെ വിട്ടിട്ട് ഒരു കാര്യമില്ല, പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരാൻ മടിക്കും. നമ്മൾ ഈ 4 വർഷ ക്രെഡിറ്റ് സെമസ്റ്റർ കോഴ്സുകൾ ആരംഭിക്കുമ്പോൾ പുറത്തു നിന്നുള്ള ധാരാളം കുട്ടികൾ കേരളത്തിലേക്ക് വന്ന് ഇതൊരു വിദ്യാഭ്യാസ ഹബ്ബായി മാറണം, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒഴുക്ക് പോലെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ഒഴുക്ക് കൂടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശാന്തമായ സമാധാനപരമായ ഒരു അന്തരീക്ഷം, എന്ന് കരുതി ഏകപക്ഷീയമായ കീഴടങ്ങലൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. കഴിയുന്നത്ര എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ശ്രമിക്കാതെ കുറച്ചുകൂടി ഒരു അമിക്കബിൾ ആയിട്ടുള്ള സെറ്റിൽമെന്റിലേക്ക് ചിലപ്പോഴൊക്കെ പോയാൽ ഇത്രയൊന്നും കലാപകലുഷിതമാകില്ല. ഈ ഏറ്റുമുട്ടല് പലപ്പോഴും ഒരു പരിധിയിൽ നിൽക്കും. അത് ഇനി അങ്ങോട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ.